അപ്പോൾ നമുക്കിന്ന് പഴമയുടെ രുചിയിലൊരു തക്കാളി രസം വെക്കാം കേട്ടോ. നമുക്കതിനായിട്ട് ചെറുജീരകം വേണം, പത്തൽമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, ഉള്ളി വേണം, പിന്നെ നമ്മുടെ സ്വന്തം കുരുമുളകും വേണം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്തൊരു തക്കാളി വേണം, കറിവേപ്പില വേണം, പിന്നെ ഒരു അമ്മിക്കല്ല് സ്പെഷ്യലായിട്ട് വേണേ. ആദ്യം നമ്മളിങ്ങനെ ചീനച്ചട്ടി അടുപ്പയിലോട്ടോ ഗ്യാസിലോട്ടോ വെക്കണം. പിന്നെ പ്രധാനമായിട്ട് നമ്മളെല്ലാ കറികളുടെയും കടുക്, പിന്നെ സ്പെഷ്യൽ കറികളിലെ ഉലുവ, ഒരു തണ്ട് കറിവേപ്പില ഒക്കെ എടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ആയുധം കേട്ടോ, ഇതാണ് എൻ്റെ വെപ്പൺ, അതായത് അമ്മിക്കല്ല് വെച്ചിട്ട് നമ്മൾ ഈ കൂട്ടെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ചതച്ചെടുത്ത് അടിപൊളിയാക്കണം. എനിക്കിങ്ങനെ പഴമയുടെ രുചിയിലെല്ലാം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ലാസ്റ്റ് ഇതിങ്ങനെ ചതച്ച് ഇതെല്ലാം കൂടെ മിക്സാക്കി ഒരു സൂപ്പർ പരുവാകും. പിന്നെ മാക്സിമം എല്ലാവരും സ്പൂൺ ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കൈയെല്ലാം എരിയാനും പുകയാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. എന്നിട്ട് ഈ കൂട്ടെല്ലാം കൂടെ നമ്മളെടുത്തിട്ട് നമ്മുടെ അടുപ്പേ വെച്ചേക്കുന്ന ചീനച്ചട്ടിയിലോട്ട് ഇടണം. നന്നായിട്ട് ഇങ്ങനെ 4 സൈഡിൽ നിന്നും വടിച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ ഫുൾ ടേസ്റ്റ് അതിലോട്ട് വരത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, ആരും ഉറങ്ങിപ്പോകല്ലേ. പിന്നെ അത് പുളിവെള്ളം അതിങ്ങനെ നമ്മൾ കൈക്കകത്ത് വെച്ച് നല്ല തിരുമ്മി അതിൻ്റെ ചാറ് മൊത്തം എടുത്തിട്ട് അവിടെ വെക്കണം, മാറ്റി വെക്കണം. അതുപോലെ പിന്നെ നമുക്ക് ആദ്യത്തെ കൂട്ടെല്ലാം കൂടെ വഴന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് ഇങ്ങനെ കൊടുക്കണം. അപ്പം നല്ല രസമുണ്ട്, എന്ത് കളറല്ലേ, നല്ല ഭംഗിയുണ്ട് കളറ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. വഴന്നത് ഇത്രയും പരുവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വെളിയിൽ പോയിട്ട് ഇങ്ങനെ സൂത്രം പറിച്ചുകൊണ്ട് വരാമെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് രസമാണെന്ന് നോക്കി അതിനെ കാണാൻ. ഞാൻ കൈ കൊണ്ട് ചെന്നിട്ട് പോലും അത് കുറേ നേരം അവിടെ ഇരുന്നേ. അതിനും എന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും നിങ്ങളെപ്പോലെ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതെ, ഇവനാണ് നമ്മുടെ താരം. ഇത് മല്ലിയിലയുടെ ഇലയാണേ. ഇതിൽ നിന്ന് ഒരു 2 തണ്ടിട്ടാൽ നല്ലതാണ് ഉള്ളവർക്ക്. ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മല്ലിയിലയും പുതിനയിലല്ല കേട്ടോ, മല്ലിയിലയൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ, ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ അമ്മിക്കല്ലില്ലേ അതിനകത്തോട്ട് ഈ പുളിവെള്ളം ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചിട്ട് ആ അമ്മിക്കല്ല് കൊണ്ടും ആ സ്പൂൺ കൊണ്ടും ഒക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ആ വെള്ളത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ആ അടുപ്പേരിക്കുന്ന കൂട്ടിലോട്ട് ഒഴിച്ചിടണം. അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിപാടി. പിന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം. കാരണം പുളിവെള്ളം കൂടുതൽ ഒഴിച്ചാൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഒന്നും അത് കുടിക്കാനൊന്നും പറ്റുന്ന പുളിയായിരിക്കത്തില്ല. എന്നിട്ട് ഇതിങ്ങനെ തിളപ്പിക്കണം. ഇതിങ്ങനെ വെള്ളം പോലെയല്ല വരേണ്ടത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ആ ഇല ഇടാവുള്ളേ. എന്നിട്ട് അല്ലാതെ വെന്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇത്രയും കുറുക്കിയെടുക്കണം, അതാണ് അതിൻ്റെ ആ പരുവം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കൂട്ടി ഒഴിക്കണം. അംഗസംഖ്യ ഒരുപാടുള്ളവർ. ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, എന്നാ കൈപ്പുണ്യമാണ് എനിക്ക്.